ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മിക്കവാറും ഞാനടക്കം വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ NS400 എന്ന് പറയുന്ന ആ ഒരു മോഡലിന് തന്നെയാണ്. കൺഫേം ആണ് കേട്ടോ, ഉടനെ തന്നെ ഉണ്ടാവും. ബജാജ് ചെറിയൊരു ടീസറൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ബിഗ്ഗർ CC വരുന്നു എന്നറിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. പൾസർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനാണ്. ഈ പഴയ ഒരു 220 ഒരു ആഡ് ഉണ്ടല്ലോ, പഴയ പൾസറിൻ്റെയൊക്കെ ഒരു ആഡുണ്ട്, അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഇപ്പോഴും കാണുമ്പോഴത്തേക്കും ഗൂസ് ബംസ് ആണ്. ഇങ്ങനെ വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ റിവ്യൂ ആണ്. നമ്മുടെ NSൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ, അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു എക്സ്പെക്ടേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നതാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ UST4 ഒക്കെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞൊരു, അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ കുറേ നാൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലൊരു ചെറിയ റിവ്യൂ ആണ്, കാരണം 1-2 കാര്യങ്ങൾ പറയാറുണ്ട്. ആസ് എ NS1 ഓണർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ NSൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷൻ വീണ്ടും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള 200cc വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേരിയൻറ്റ്. അപ്പോൾ അതിലെന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മീറ്റർ മിക്കവാറും ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ മിക്കവാറും ഫുള്ളി ഡിജിറ്റൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ ഒരു മീറ്റർ എല്ലാവർക്കും അറിയില്ല, 2012 തൊട്ടേ കാണുന്ന ഒരു മീറ്ററാണ്, അതിലൊരു മാറ്റവും ഇല്ല. ആകെ അവർ ഈ ഒരു മീറ്ററിൽ തന്നെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, നമ്മുടെ ഡിസ്റ്റൻസ് ടു MT എന്നുള്ള ആ ഒരു ഫീച്ചേഴ്സൊക്കെ മാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സെമി ഡിജിറ്റൽ മീറ്ററൊക്കെ മാറിയിട്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അങ്ങനെയുള്ള ഈ കോള് വരുന്നതും പോണ SMS അങ്ങനെയുള്ള അലർട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഒരുപാട് വണ്ടിയിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അവർ ഓൾറെഡി N150 N160 അപ്പോൾ ആ ഒരു മീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മീറ്റർ തന്നെയാണ്, അല്ലെ ആ ഒരു മിക്കവാറും സെയിം തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ആ ഒരു സെയിം മീറ്റർ തന്നെ ഇതിൽ കൊണ്ടുവരും എന്നാണ് തോന്നുന്നത്. ഈ ഒരു മീറ്റർ വിട പറയാനുള്ള സമയമായി എന്ന് തോന്നുന്നുണ്ട്. റൂമറാണ്, അത്ര കൺഫേംഡ് അല്ല. ബജാജിൻ്റെ മൈ പൾസർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ NSൻ്റെ വീണ്ടും ഒരു ട്രെയിലറൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതിലെന്തോ ബിഗ് സസ്പെൻസ് ഒക്കെ വരാൻ പോകുന്നതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് റൂമർ. നമ്മുടെ NSന് വീണ്ടും ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ 1 മീറ്ററാണ്, പിന്നെ എന്ന് പറഞ്ഞാൽ മിക്കവാറും LED ഹെഡ്ലൈറ്റ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് എക്സ്പെക്ടേഷൻ. അത് രണ്ടും വരാനുള്ള ചാൻസാണ് ഇനിയുള്ളത് കേട്ടോ. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു. UST4ക്കും ബാക്കി എന്താണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലാതിരുന്ന ഒരുവിധമുള്ള ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ NS400 ആണ്. അത് കുറേ നാൾ മുമ്പേ അവർ കമ്പനി തന്നെ കൺഫേം ചെയ്തിട്ടുള്ള ന്യൂസാണ് കേട്ടോ. ബിഗ്ഗസ്റ്റ് പൾസർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ 2021 ലാസ്റ്റ് ആയപ്പോൾ തന്നെ 2024 പകുതിയോട് കൂടി തന്നെ ബിഗ്ഗസ്റ്റ് പൾസർ സീരീസ് ഇറങ്ങാൻ പോകുന്നു. അതായത് 400cc സെഗ്മെൻറ്റിൽ നമ്മുടെ NS400ഉം RS400 ഇറങ്ങും എന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും കൺഫേം ആണ്. ഈ ഒരു കാര്യം കൺഫേം ഉണ്ട്. എന്തൊക്കെയോ ഒരു ചെറിയ സസ്പെൻസൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 കാര്യങ്ങളായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. അതിൽ ഈ ഇപ്പോൾ നിലവിൽ ഏറ്റവും BS6 phase 2 ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള NSൽ വലിയ അപ്ഡേറ്റ് ഒന്നും ഇനി കൊണ്ടുവന്നില്ലെങ്കിലും ഒരു 400cc പൾസർ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആസ് എ NS1 ഓണർ ഒരു NS400 ഒക്കെ വരട്ടെ. കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് ഡോമിന 400 ആണ് 400cc സെഗ്മെൻറ്റിലുള്ളത്. ഡോമിനൻ്റെ കാര്യം പറയണ്ടല്ലോ, പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ NSൻ്റെ ആ ഒരു സെയിം DNA ഒരു 400cc ബൈക്ക് വരട്ടെ. മിക്കവാറും ഡോമിന 400 സെയിം എഞ്ചിൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ബജാജിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ പുതിയതായിട്ട് അവർ തന്നെ ഒരു ഇൻവെൻഷൻ ചെയ്തിട്ട് ഒരു പുതിയൊരു അവരുടേതായിട്ടുള്ള ഒരു 400cc വരും തോന്നുന്നില്ല. മിക്കവാറും ഡോമിനറെ കണ്ട സെയിം എഞ്ചിൻ തന്നെ വരാനാണ് കേട്ടോ ചാൻസ്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഒരു 400cc NS ഒക്കെ വരട്ടെ, അല്ലെങ്കിൽ RSും വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ 2 കൺഫേം ആണ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ അത്യാവശ്യം ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സും വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ, അതൊന്നും വിശ്വസിക്കേണ്ട. അതൊക്കെ ഫാൻ മെയ്ഡാണ്, കമ്പനിയിൽ അറിഞ്ഞാണില്ല അങ്ങനെ ഇറക്കിക്കുന്നത്. പക്ഷേ എന്തായാലും കൺഫേം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ റിവ്യൂ ആണ്. പിന്നെ നമ്മുടെ ഡോമിന 400 പോലെ തന്നെ പ്രൈസിങ്ങിൽ വരുവാണെങ്കിൽ നമ്മുടെ NS400 പ്രൈസിങ് എന്ന് പറയുന്നത് 230 തന്നെ ആയിരിക്കും എക്സ്ഷോറൂമൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഓൺ റോഡ് എന്ന് പറയുന്നത് 280 ആ ഒരു റേഞ്ചൊക്കെ നിൽക്കും. 280, 275 ആ റേഞ്ചിലൊക്കെ തന്നെ ആവുമെന്നാണ് വിശ്വാസം. ഇതുവരെയുള്ളൊരു സോഷ്യൽ മീഡിയ ഗൂഗിളൊക്കെ തപ്പിയപ്പോൾ ഉള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു പ്രൈസിങ് ഒക്കെ. പിന്നെ ബജാജ് എന്തായാലും 3 ലക്ഷം എബോവ് പോകാൻ എന്തായാലും ചാൻസ് ഇല്ല. അപ്പോൾ എന്തായിരുന്നാലും ഹാപ്പി. എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സസ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കൺഫേം ആണ്. ബിഗ്ഗസ്റ്റ് പൾസർ സീരീസ് എവർ വരുന്നുണ്ട്, അത് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിലവിലുള്ള 200ൽ LED ഹെഡ്ലൈറ്റ്സും മീറ്ററും ഫുള്ളി ഡിജിറ്റൽ ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കുറേ നാളുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ 2012 തൊട്ടേ കാണുന്ന ഈ ഒരു മീറ്ററൊക്കെ പോയിട്ട് 200ലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു മീറ്ററൊക്കെ പോയിട്ട് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വരും. പക്ഷേ ഈ ഒരു മീറ്റർ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ, ഈ ഒരു സെമി ഡിജിറ്റൽ എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു സൂചിയിൽ ഇങ്ങനെ RPM കയറി പോകുന്നൊരു ഫീല് ഇനിയിപ്പോൾ എത്ര ഡിജിറ്റൽ എന്ന് പറയാനും കിട്ടില്ല. ഡിജിറ്റലിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നൈറ്റൊക്കെ ഈ ഒരു മീറ്റർ കാണാൻ ഭയങ്കര
രസമാണ്. ഈ ഒരു RPM മീറ്റർ ഇങ്ങനെ സൂചിയിൽ ഇങ്ങനെ കയറി പോകുന്ന കാര്യം ഭയങ്കര രസമാണ്. അപ്പോൾ എന്നെപ്പോലെ കുറച്ചെങ്കിലൊക്കെ കാണുമായിരിക്കും ഇത് ഇഷ്ടപ്പെടുന്ന. അപ്പോൾ ആ ഒരു മീറ്ററൊക്കെ പോവുകയാണെന്നാണ് ഇതുവരെ ഉള്ളൊരു വിശ്വാസം. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന, മിക്കവാറും ഞാനടക്കം വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ NS 400 എന്ന് പറയുന്ന ആ ഒരു മോഡലിന് തന്നെയാണ്. എന്തായാലും അത് കൺഫേം ആണ് കേട്ടോ, ഉടനെ തന്നെ ഉണ്ടാവും. ബജാജ് ചെറിയൊരു ടീസറൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാതൊരു ടീസർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റയിൽ പോയിട്ട് മൈ പൾസർ ഒഫീഷ്യലിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഏറ്റവും ആദ്യം കിടക്കുന്ന ആ ഒരു റീലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. പറയാതെ പറയുന്നുണ്ട് അവർ കാര്യങ്ങൾ. അപ്പോൾ ആസ് എ NS ഓണർ നമ്മൾ ഇതിൻ്റെ ഒരു ബിഗ്ഗർ CC വരുന്നു എന്നറിയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബജാജിൻ്റെ കാര്യം അറിയാമല്ലോ, ഈ ഒരു അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കൊല്ലത്തേക്ക് ആ ഒരു വണ്ടി പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു നമ്മുടെ NSൻ്റെ കാര്യം എടുത്താൽ തന്നെ 2012 ഇറങ്ങിയ വണ്ടിക്ക് 2023 വരെ ആയി ഒരു UST 4 കിട്ടാനായിട്ട്. അതുവരെ ആ ഒരു കാര്യം തന്നെയായിരുന്നു. കളർ മാറ്റി, ചേസിൻ്റെ കളർ മാറ്റി, അങ്ങനെ വെറുതെ കളിച്ചു. അതിലൊക്കെ അവർ TVSനെ അല്ലെങ്കിൽ KTMനെയൊക്കെ തന്നെ കണ്ട് പഠിക്കണം. എന്താണ്, അപ്ഡേഷൻ കൊടുക്കാറില്ല. നമ്മളെ പ്രൈസിങ് ഇതാണ്, അല്ലെങ്കിൽ നമ്മളെ സ്പെക്ക് ഇതാണ്, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. ഒരു കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് കൊടുക്കാറില്ല. ഇപ്പോൾ നിലവിലുള്ള പല ബൈക്കിൻ്റെയും ഫീച്ചേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബജാജിൻ്റെ പല മോഡലിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ബിഗ് സീറോ ആണ്. എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലും ഇപ്പോഴാണ് 2024 ആയിട്ടാണ് അവർ മീറ്റർ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്ററൊക്കെ അവർ കൊണ്ടുവരുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. ബിഗ്ഗർ പൾസറൊക്കെ വരട്ടെ. പൾസർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനാണ്. എല്ലാവരും എത്ര പേരൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെയൊക്കെ ഒരു കാലത്ത് ഒരു 2012 എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനമൊക്കെ ഇറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ പഴയ ഒരു 220യുടെയൊക്കെ ഒരു ആഡ് ഉണ്ടല്ലോ, പഴയ പൾസറിൻ്റെയൊക്കെ ഒരു ആഡുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഇപ്പോഴും കാണുമ്പോഴത്തേക്കും ഗൂസ് ബംസ് ആണ്. ഇങ്ങനെ രോമമൊക്കെ എണീച്ച് നിൽക്കാറുണ്ട്. ഞാൻ ഭയങ്കര ഒരു ബജാജിൻ്റെ ഫാനൊന്നുമല്ല, പക്ഷേ ബജാജിൻ്റെ കുറച്ച് വണ്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ NS, RS, ഡോമിനർ ആ ഒരു സീരീസിന്. അല്ലാതെ ബജാജ് ബ്രാൻഡിനടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. കാരണം അത്ര ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഭയങ്കര കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല. അപ്ഡേറ്റോ കാര്യങ്ങളോ അപ് ടു ഡേറ്റ് അല്ല അവർ, ബൈക്കിൻ്റെ കാര്യത്തിലായാലും ഈ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്ന, അല്ല ഒരു ബിഗ്ഗർ CC ബൈക്ക് വരാൻ പോകുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു 100cc തൊട്ട്, അല്ലെങ്കിൽ 125, 150, 160 എല്ലാ സെഗ്മെൻറ്റിലും ഇപ്പോൾ വണ്ടിയുണ്ട്. 100cc തൊട്ട് 400cc വരെ ഇപ്പോൾ നിലവിൽ ബജാജിന് ബൈക്കുകളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ കമ്പനി എന്തെങ്കിലും സംഭവിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇന്ത്യക്കാരെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ശരിക്കും വണ്ടി ഇറക്കുന്നത്. ഇന്ത്യക്കാർക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇവിടെ ഉള്ളവരെ കൂടുതലും വാങ്ങുന്ന ഏതൊരു CC വണ്ടിയാണ്, അല്ലെ ഏത് CC ആണ്. എന്തായാലും 400cc വണ്ടിയൊന്നും എല്ലാവരും വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഇതറിഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ഫീച്ചേഴ്സ് മതി എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരല്ല കൂടുതലും. ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ കൂടുതൽ പേരും സാധാരണക്കാരായിരിക്കും, ഡെയിലി വയസ്സിനൊക്കെ സാലറിയൊക്കെ മേടിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അതെന്തായാലും ആവട്ടെ, എന്തായാലും ബിഗ്ഗർ CC പൾസർ വരുന്നുണ്ട്, അത് കൺഫേം ആണ്. അത് ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. NS ഇറങ്ങുന്ന സമയത്തും നമ്മളിങ്ങനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ റിവ്യൂ ചെയ്തേട്ടാ. ഗൈസ്, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി, ഒരു ബിഗ്ഗർ പൾസർ വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് തോന്നുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഹാപ്പിയാണ്, വലിയ പൾസറൊക്കെ വരട്ടെ. എന്തായാലും നമുക്ക് നല്ലൊരു പ്രൈസിങ്ങിൽ ഒരു ബിഗ്ഗറായിട്ടുള്ള ഒരു 400cc ബൈക്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കാരണം ഓവർ പ്രൈസിങ് അല്ലാത്ത രീതിക്ക് തന്നെ അവർ പ്രൈസിങ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. 3 ലക്ഷത്തിനകത്ത് തന്നെ എന്തായാലും 400cc ബൈക്ക് നമുക്ക് കിട്ടും. പിന്നെ ഡോമിനർ പോലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബജാജിൻ്റെ വണ്ടി ആകുമ്പോഴത്തേക്കും പ്രൈസിങ്ങിൽ തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്തായാലും വരട്ടെ, വെയിറ്റിംഗ് ആണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ബിഗ്ഗർ പൾസർ വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.